ഇന്നത്തെ ഈ ചടങ്ങ് ആരംഭിക്കുന്നത് നമ്മളുടെ വിട്ടുപോയ നമ്മളുടെ ചില അധ്യാപകരെ ഓർത്തുകൊണ്ട് ആയിരിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് ഒരു മിനിറ്റ് നമ്മൾ അവർക്ക് വേണ്ടി ഒന്ന് എഴുന്നേറ്റ് നിന്ന് മൗനം ആചരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മളുടെ ടീച്ചേഴ്സ് ആയിട്ടുള്ള പൊന്നമ്മ ടീച്ചർ, ലൂസി ടീച്ചർ, ഗോപി സാറ്, മോറിസ് സാർ, ഇവരുടെ ഓർമ്മയ്ക്ക് മുന്നിൽ ഒരു നിമിഷം. ശരിക്കും ഒത്തുചേരാൻ തീരുമാനിക്കുന്നതിന്റെ ഒരു മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കൂടെ പഠിച്ച നമ്മളുടെ സഹപാഠി അബ്ദുൾ ഗഫൂർ ഒരു MLA ആവുകയും തുടർന്ന് കേരള സംസ്ഥാനത്തിന്റെ ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി ആവുകയും ചെയ്തതിന്റെ ഒരു സന്തോഷം പങ്കിടാൻ വേണ്ടിയാണ് നമ്മളിന്നിവിടെ ഒത്തുചേരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ കുറച്ച് ദിവസങ്ങളായി എല്ലാവരും അത് ആലോചിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഗഫൂറിന്റെ ഒരു കൺസെന്റ് നമുക്ക് കിട്ടിയിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഫൗസിക്കിന്റെ ഒരു മെസ്സേജ് നമ്മുടെ ഗ്രൂപ്പിലേക്ക് വന്നു. അത് ഗഫൂറിന്റെ ഒരു മെസ്സേജ്, വോയിസ് മെസ്സേജ് ആയിരുന്നു. ഗഫൂർ ഇന്ന് കുറച്ച് സമയം ഫ്രീ ആണ് എന്ന് പറഞ്ഞതിന്റെ പ്രകാരം നമ്മൾ ഉടനെ തന്നെ ഈ ഒരു ഗെറ്റ് ടുഗദറിന് പ്ലാൻ ചെയ്യുകയും നമ്മൾ ഇനി അടുത്ത ഒരു ചടങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ സ്റ്റുഡൻസ് ഒന്ന് എണീറ്റ് നിന്ന് നമ്മളുടെ സാറുമാർക്ക് ഒരു ബഹുമാനാർത്ഥം ഒരു കയ്യടി, അവരുടെ ഇന്ന് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഇത് ചെയ്തിട്ടും അവരിവിടെ വന്നതിന് ഒരു നിമിഷം നമ്മൾ എണീറ്റ് നിന്ന് അവർക്ക് കയ്യടി കൊടുക്കേണ്ടതാണ്. അത് നമ്മുടെ ഉത്തരവാദിത്വമാണെന്ന് ഞാൻ കരുതുന്നു. ഒരുപാട് ബുദ്ധിമുട്ടുകളും എല്ലാം സഹിച്ചും ഒരുപാട് സുഹൃത്തുക്കൾ ഇന്നിവിടെ വന്നു. പലരും ഇന്നിവിടെ വരാൻ പറ്റാത്തവരും ഉണ്ട്. അതായത് ഗൾഫിലും കാനഡയിലും അവിടെയൊക്കെ ഉള്ളവർക്കും ഇവിടെ അവരുടെ മനസ്സ് ഇവിടെയാണ്, പക്ഷെ അവർക്ക് എത്താൻ പറ്റിയില്ല. അവരെയും ഞാൻ ഈ ഒരു വേദിയിൽ ഓർക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കലും നമസ്കാരം പറയുന്നു. ഇവിടെ നിന്ന് ഞാൻ നോക്കുമ്പോൾ സത്യത്തിൽ പറഞ്ഞ സന്തോഷവും കൂടാതെ വളരെ ആശ്ചര്യവും തോന്നും. കാരണം പ്രവീൺ നേരത്തെ പറഞ്ഞ പോലെ ഒരു 2-3 ദിവസത്തിനകത്ത് പ്ലാൻ ചെയ്തൊരു മീറ്റിംഗ് ആണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും രാജ്യം എന്നല്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പല മേഖലകളിലും ഉണ്ട്. നമ്മുടെ ബാങ്കേഴ്സ് ഉണ്ട്, സെയിൽസ്മാൻസ് ഉണ്ട്, IT ഉണ്ട്, എല്ലാം ഉണ്ട്, ബിസിനസ്മാൻ ഉണ്ട്. ഇവരൊക്കെ സമയം കണ്ടെത്തി ഇവിടെ ഒത്തുചേരുക എന്ന് പറയുന്നത് വളരെയധികം പ്രശംസനീയമായ ഒരു കാര്യമാണ്. അത് നമ്മളുടെ ഗ്രൂപ്പിന്റെ സ്ട്രെങ്ത് മാത്രമല്ല, ശ്രീ അബ്ദുൾ ഗഫൂറിനോട് നമുക്ക് എല്ലാവർക്കുമുള്ള സ്നേഹവും ആദരവും അതിൽ പ്രകടമാണ്. 4 പേര് ഒരുമിച്ച് കൂടി ഒരു 4 തൊട്ട് 6 വരെ അവിടെ വർത്താനം. ഞാൻ സെറ്റിൽമെന്റിനെ കുറിച്ചും പലർക്കും സെറ്റിൽമെന്റിനെ കുറിച്ച് അറിയില്ല. ഞങ്ങളുടെ നമ്മുടെ പ്രാർത്ഥന അതിന് AC സാറാണ് അതിൻ്റെ കവിത, എൻ്റെ സംഗീതം ആവട്ടെ. ആ യൂണിഫോം ഇട്ടിട്ടുള്ള കുട്ടികളെ ഇരിക്കുന്നത് പോലെ തോന്നി എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഇതിന്റെ മുകളിൽ ഇവിടെ നിന്ന് രണ്ടെണ്ണം സംസാരിക്കണം എന്നൊരു ആഗ്രഹം. അതേപോലെ ഇരിക്കണം അല്ലേ, ഓർമ്മ വന്നു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് ഐജോൺ സാറിന്റെ, മുതുപ്പൂറ്റൻ സാറിന്റെ ഗൈഡൻസിലൂടെ വന്ന ഒരു അനുഗ്രഹം കൂടി ഇവർക്കുണ്ട്. എനിക്ക് ഓർമ്മ ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഹോംവർക്ക് ചെയ്യാണ്ടാകുമ്പോൾ ആദ്യത്തെ ബീബിലടിക്കും, ഗെറ്റ് ഔട്ട്. പുറത്ത് സിംഹത്തിനെ പോലെ ഏതാടാണ് പുറത്ത് നിൽക്കണ അവനിട്ട് 2 കൊടുക്കണം എന്നും പറഞ്ഞ് അലഞ്ഞു തിരിഞ്ഞ് നടക്കണ ഐറ്റം സാർ. വടിയൊന്നും ഉണ്ടാവൂല, പുറകിലൊക്കെ ഒളിപ്പിച്ചു വെച്ചേക്കുള്ളൂ. അപ്പൊ നമ്മള് ആ സമയത്ത് ബാഗി പാൻറ്റൊക്കെ അല്ലെ, ഭയങ്കര ലൂസുള്ള ബാഗി പാൻറ്റും മറ്റേ പാട്ടൊക്കെ ഉണ്ടല്ലോ, ബാഗി പാൻറ്റും ഷൂസും അണിഞ്ഞ് പിന്നെ 100cc ബൈക്കും പൂജാപട്ടും വേണം. ഇതൊക്കെയാണ് പൂജാപട്ടൊക്കെ ഇട്ട് നമ്മൾ നടക്കണം. ഈ ബാഗി പാൻറ്റ് സാറിങ്ങനെ അത് വലിച്ചു പിടിക്കും.
തോടേനോട് ചേർക്കും, പതുക്കൊന്ന് കൊട്ടും. ഓക്കെ ആണോ? അടിയോടടി. അത് കഴിഞ്ഞപ്പോൾ ഫെലിക്സ് സാറ് അതിനെ കണക്ട് ചെയ്തുകൊണ്ട് ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിലുണ്ടാകുന്ന ആനന്ദം സത്യത്തിൽ അതിൽ നിന്നൊക്കെ തന്നെയാണ് ഈ ഫ്രൂട്ട്സ് എന്ന് നിങ്ങൾ കാണുന്നത്. ആ ഇട്ട സീഡിന്റെ ഫ്രൂട്ട്സ് തന്നെയാണ് കാണുന്നത്. ഞാനൊന്നു തൊട്ടപ്പോ നീലക്കാരും എന്റെ കൊണ്ടാണു കണ്ടതയ്യ, കൊണ്ടാണ് കണ്ടതയ്യ. ആകെ ചൊല്ലണ് നാട്ടാരും ചൊല്ലണ് കാണാനീ കരളിലെന്ന്, കൊടുത്താടാനും കൊടുത്താടാനീ കരളിലെന്ന്. പ്രവീൺ എന്ന പേരിൽ ഒരാൾ വിളിച്ച് ഞാൻ അന്ന് തബലിസ്റ്റായിരുന്നു, സാറിനെ ഓർക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ വളരെ കഷ്ടപ്പെട്ട് ആഗ്രഹിച്ചിട്ടും ഈ പ്രവീണിന്റെ മുഖം ഒന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇവിടെ ഇരിക്കുന്ന ഫ്രണ്ട്സിൽ തന്നെ, ക്ലാസ്മേറ്റ്സിൽ തന്നെ പലരെയും വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. ഇങ്ങനൊരു മൊമെന്റ് നമ്മൾ 92 93 പഠിക്കുമ്പോൾ ഇങ്ങനൊരു മൊമെന്റ് ഉണ്ടാകും എന്ന് ഒരിക്കലും നമ്മൾ ചിന്തിച്ചിട്ടില്ല. ഇതൊക്കെ ഒരു ശരിക്കും പറഞ്ഞൊരു ഡ്രീം പോലെയാണ്. എന്താ പറയാ, ഈ എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ വന്നു ഓരോരോ ഫീൽഡിൽ. ഇപ്പോൾ സാറുമാരെയും നമുക്ക് ഈ പരിപാടിയിൽ കിട്ടിയെന്നുള്ളത് വലിയ ഭാഗ്യമാണ്. സാർ വരാൻ കാണിച്ച മനസ്സ് തന്നെ വലിയ മനസ്സാണ്. ഇപ്പോൾ നമ്മുടെ കൂടെ പഠിച്ചവർ തന്നെ പലരും പല പൊസിഷനിലും നല്ല പൊസിഷനിലൊക്കെ എത്തിയിട്ടുണ്ട്. അതുപോലെ ഞാനും ഒരു പൊസിഷനിൽ എത്തി എന്നുള്ളതാണ്. എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ട്, സപ്പോർട്ട് കൊണ്ട് ഇവിടെ വരെ എത്തി. ഇതിൽ കാണാനും കൂടാനും ഇങ്ങനെ ഒരുമിച്ചിരിക്കാനും കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. ആ ഒരു സ്പിരിറ്റിൽ മുമ്പോട്ട് പോകുന്നതാണ് നമ്മൾ ഇതൊന്നും അറിയാത്തത്. അപ്പോൾ ആ സ്പിരിറ്റിൽ തന്നെ നമുക്ക് അന്നത്തെ ആ ഒരു സ്പിരിറ്റിൽ തന്നെ മുമ്പോട്ട് പോകണം. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. അതെ, ചട്ടി വന്നാൽ പുറയിലേക്കുണ്ട്. ഏതായാലും ഈ ഒരു ഒത്തുചേരൽ സംഘടിപ്പിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. വന്ന സാറുമാർക്കും ടീച്ചർമാർക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. ഒരിക്കൽ കൂടി നമുക്ക് ഇങ്ങനെയൊക്കെ കൂടാൻ അവസരം ഉണ്ടാകട്ടെ, സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി അവന് സോറി ഞങ്ങൾ പകർന്നു തന്ന കുറച്ചെങ്കിലും നിങ്ങൾക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ വലിയ സന്തോഷം. രസമുണ്ടായിരുന്നു നിങ്ങളൊക്കെ എന്ന് ഇപ്പോഴും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഒരു ടീച്ചറിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിപ്പിച്ചിട്ട പിള്ളേർ നല്ല സ്ഥാനത്തെത്തി നമ്മളെ കാണുമ്പോഴാണ്. കോളേജുകളിൽ നമ്മൾ കണ്ടിട്ടുള്ള പലതരത്തിലുള്ള മുഖങ്ങൾ, അവരുടേതായിട്ടുള്ള പല പല സ്വഭാവത്തിലുള്ള ആളുകൾ, അത് നമുക്ക് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് നമ്മൾ ആംഗ്ലോ സെറ്റിൽമെന്റ് സ്കൂളിൽ പഠിച്ച സമയത്താണ്. നമുക്കിപ്പോൾ എങ്ങനെ പറയാമെന്ന് മനസ്സിലാക്കാം, എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളോരോ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ അങ്ങനെ ഒട്ടും പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. വേറെ ഒരിടത്തുനിന്നും കിട്ടാത്ത ഒരു സ്നേഹം, ആ ഒരു അടുപ്പം ഒക്കെ സെറ്റിൽമെന്റ് സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ അടുത്തുനിന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ കിട്ടിയിട്ടുണ്ട്. അതെനിക്ക് എടുത്തു പറയാതെ വയ്യ. അതുകൊണ്ട് തന്നെ ആ ഒരു അപ്രോച്ചാണ് ഞാൻ എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്തും ചെയ്യുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് 8ാം ക്ലാസ്സിലെങ്ങാണ്ട് തോന്നി ഈ അബീഷ് എൻ്റെ മുടി അന്ന്
അന്ന് ഞാൻ 7ാം ക്ലാസ് വരെ എൻ്റെ മുടി ഇങ്ങനെ ക്രോപ്പ് ചെയ്തിട്ടേക്കായിരുന്നു. 7ാം ക്ലാസ്സിൽ വെച്ചാണ് മുടി ഒന്ന് വളർത്തി തുടങ്ങിയത്. അപ്പോൾ ബാക്ക് ബെഞ്ചിൽ അബീഷൊക്കെയാണ് ഇരിക്കുന്നത്. ഇൻസ്ട്രുമെന്റ് ബോക്സിന്റെ ഉള്ളിൽ മുടി ഇങ്ങനെ വെച്ചിട്ട് ബ്ലേഡ് വെച്ചങ്ങ് വിട്ടു. ഇങ്ങനെ ഓർമ്മകൾ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ട് തീരില്ല. അതുകൊണ്ട് ശരി, ഓക്കെ. 19 ഗോവയിൽ 2 പിള്ളേരാണ്. ഞാൻ വൈഫ് അവിടെ പടവൂര് തന്നെയാണ് വീട്. രാമൻ എൻ്റെ സ്കൂൾ ഇങ്ങനെ അല്ല, ഞങ്ങൾ പഠിച്ചത് ഇങ്ങനെയല്ല. ഇത് അങ്ങനെ ഒരു സംഭവമേ നമ്മളില്ല. നമ്മൾ സാധുമാര് പറയുന്ന കാര്യങ്ങൾ അവരുടെ അടിയും കൊണ്ട് ചെയ്യും, അല്ലാണ്ട് തിരിച്ചൊന്നും പറയാനോ അല്ലാണ്ട് അതിനുള്ള കഷ്ടം നമുക്കില്ല. ഇവിടെ വന്നു വേണ്ടി പുറകെ അറ്റൻഡ് കഴിഞ്ഞപ്പോൾ മനസ്സിലായി തീർച്ചയായിട്ടും ഒരു അറ്റൻഡ് ചെയ്ത പ്രോഗ്രാം ആയിരുന്നു. ചെയ്താലേ നടക്കുള്ളൂ. ഓക്കെ, പിന്നെ നീ ചെയ്തത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അതൊന്നും കൂടി മെച്ചപ്പെടുത്തി അതിനു വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. ജനസഞ്ചയത്തിന്റെ രക്തമായി തിളങ്ങുവാൻ അപ്പൊ ഓരോ പത്തിയോട്ട് അടുത്തത് കിട്ടും.